ഒന്നുമില്ല, പള്ളി വരെ പോകാൻ ഇറങ്ങിയത്. അപ്പം ചുമ്മാ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പള്ളിയിലെന്ന് പറയുമ്പം എന്താ വിശേഷ ദിവസമൊന്നും അല്ലല്ലോ, ഞായറാഴ്ചയുമല്ല. ആ വിശേഷമൊന്നുമില്ല. മൂത്ത മോൻ ഡേവിഡിന്റെ കൊച്ചനുണ്ട്, ജോർജ് കുട്ടി. ജോർജ് കുട്ടി അവനൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ഡേവിഡ് 2.5 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ല. 2 നിലയുടെ മണ്ടയ്ക്ക് നിർത്തി ചാടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യണം, 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട, വീടിന് ചുറ്റി 25,000 രൂപ കൊടുത്ത് വല കെട്ടിയാൽ മതിയെന്ന്. അപ്പൊ ചാടിയ ചമ്മിപ്പോത്തല്ലോ. പക്ഷെ മോനല്ലേ വാങ്ങിച്ചു കൊടുക്കാൻ, വേറെ ആളുണ്ടെന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇവൻ വാങ്ങിച്ചു കൊടുത്തു ഈ ചെറുക്കന് ബൈക്ക്. എന്റെ പൊന്നോ, ചെറുക്കൻ ബൈക്കെ കയറുന്ന കണ്ട സങ്കടം വരും. വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്ന പോലെ ഇവനെ ബൈക്കെ കയറുന്ന അത്രയ്ക്ക് പൊക്കം വന്നു. അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞു, മോനെ വല്യപ്പച്ചൻ ചന്തയെ വരെ പോയി ഇച്ചിരി മീൻ മേടിച്ചോണ്ട് വരട്ടെ, ആ ബൈക്ക് ഇങ്ങോട്ട് തരാൻ. ഈ കൊച്ചിയർക്ക് എന്റെ മൂത്ത് നോക്കി പറയുവാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്നും. അതൊന്ന് പറയാനായിട്ട് ഇറങ്ങിയതാ പള്ളിയിലോട്ടെ. അത് കേട്ട ഉടനെ നീ പള്ളിയിലോട്ടൊക്കെ പോവാന്നോ? പിന്നെ എനിക്ക് അവിടുന്ന് ഫോൺ ചെയ്ത് അച്ഛനെ വിളിക്കാൻ ചോദിച്ചാൽ പോരാ. അത് മതിയായിരുന്നല്ലേ? അല്ല, ഇതിനിടയ്ക്ക് ബൈക്ക് ഓടിക്കാനൊക്കെ പഠിച്ചോ? ബൈക്ക് ഓടിക്കാൻ എനിക്കറിയത്തില്ല. എന്റെ ദേഹത്തിരിക്കുന്ന ഒരു ഈച്ചപ്പോലും ഞാൻ ഓടിക്കത്തില്ലല്ലോ. പിന്നെ നീ എന്താ ചെറുക്കോട്ട് ബൈക്ക് ചോദിച്ചത്? അല്ല, ഈ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ഞാൻ ഈ ബൈക്കും കൊണ്ട് പോകുമ്പോ എന്തായാലും ബൈക്ക് വീഴും. ഈ വീഴുന്ന കൂട്ടത്തിൽ മടങ്ങുന്ന 3 സൈഡെങ്കിലും എന്റെ തൊലി പോകും, ഉറപ്പാ. എന്നിട്ട് ഞാൻ ഈ ആശുപത്രി കിടക്കും. അപ്പൊ എന്നെ കാണാൻ ആൾക്കാർ വരും. അവരുടെ ഈ ഓറഞ്ച് മുന്തിരിങ്ങയൊക്കെ കാണും. അതെനിക്ക് തിന്നാമല്ലോ, അതിനു വേണ്ടി. അങ്ങനെ ഓറഞ്ച് മുന്തിരിക്ക തിന്നണമെങ്കിലേ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തിന്നണം, അല്ല തൊലി കളഞ്ഞ് തിന്നരുത്. തൊലി ഞാൻ ഓറഞ്ചിന്റെ കളയത്തുള്ളൂ, മുന്തിരിങ്ങയുടെ കള. ഓറഞ്ചിട്ടല്ല, നിന്റെ തൊലിയുടെ കാര്യമാണ് പറഞ്ഞത്. വന്ന വാടേ ഇരിക്കാം, അങ്ങോട്ടോ എങ്ങോട്ടേലും ഇരിക്കാം. അങ്ങോട്ടോ തുടങ്ങിറങ്ങും, എന്നാലും കുഴപ്പമില്ല, ഇരിക്കാം. എന്തോ മാറിപ്പോന്നെ? നീ ഇവിടെ വെച്ചെന്റെ കൈ ഞറക്കും, അതിന്റെ ഇടയിൽ വെച്ച് എനിക്കറിയാം നീ അങ്ങനെ തൊള്ളാനാണ്. അല്ല, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, വരുന്ന വഴി കഴിച്ചു. അപ്പൊ തിരിച്ചു പോകാൻ വഴി ഇല്ലേ അവിടെ? എന്തുവാ വരുന്ന വഴി കഴിച്ചെന്ന് പറഞ്ഞു? വരുന്ന വഴി ഞാൻ തിന്നിട്ട് വരുവാന്നല്ല പറഞ്ഞത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിയിൽ നിന്ന് കഴിച്ചിട്ടാ പോകുന്നതാ പറഞ്ഞത്. അതെന്തോ മര്യാദ കേടാ. ഇങ്ങോട്ട് വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അയ്യോ, അത് പറ്റത്തില്ല. എനിക്ക് ടാർട്ട് റോഡ് കണ്ട ഉടനെ കാപ്പ് കുടിക്കണം. അത് പണ്ടത്തെ ശീലമായി പോയി. ഇന്ന് നമ്മളെ കുരിശുമൂട്ടിലെ രാഘവന്റെ കടയില്ലേ, രാഘവന്റെ കടയുടെ മുമ്പിൽ വന്നപ്പോ നല്ല പൊറോട്ട മൊരിയുന്ന മണം. ഞാൻ ഓർത്തുന്ന 2 പൊറോട്ടയും ഒരു മുട്ടക്കറിയുടെ കീച്ചാന്നും പറഞ്ഞ് കയറിയപ്പോഴേ കടയ്ക്കകത്ത് ഭയങ്കര അടി. രാഘവനും പൊറോട്ടയും കൂടെ. അതൊക്കെ സംഭവം. പിന്നെ ആർക്കായാലും ദേഷ്യം വരത്തില്ലയോ? ഇവൻ രാവിലെ 5 മണിയാകുമ്പോ ഇതെടുത്ത് കുഴയ്ക്കും, അത് കഴിഞ്ഞ് കൂറത്തോടുത്തെടുത്ത് മണ്ടക്കിടും, എന്നിട്ട് എടുത്ത് ബോൾ പിടിച്ചിട്ട് പരത്തും, നെടുക കീറും, ചുരുട്ടും, പിന്നെ കല്ലിന്റെ പുറത്തിടും, പിന്നെ അടിക്കും. ആർക്കായാലും ദേഷ്യം വരത്തില്ലേ? ചെവുക്കല്ലിന് കൊടുക്കുന്നു പൊറോട്ട അവന്റെ. പിന്നെ ഈ ബഹളം എല്ലാവരും കണ്ടിട്ട് പുഴുകി വെച്ച മുട്ട കാലിന്റെ ചോട്ടിക്കിടെ പോകുന്നു രാഘവന്റെ. ഇത് കണ്ടിട്ടൊരു വെട്ടിയ കലമാരിൽ ഇത് ചിരിക്കുന്ന. അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു ചായയും മടക്കപ്പവും കഴിച്ചിട്ട് പോകുന്നു. രാഘവന്റെ അവിടെ മടക്കപ്പോ അവിടെ അലമാരിൽ ഇങ്ങനെ ചരിച്ചടുക്കി അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് മടക്കപ്പോവായിരുന്നു. ഞാൻ വിചാരിച്ച പല പറ്റുബുക്കായിരിക്കും. അത് മടക്കപ്പോ. പിന്നെ വീട്ടിൽ എന്തോ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ടെന്നീസിന് മോളുണ്ടായി. അത് കൊള്ളാം, അത് കൊള്ളാം. അത് നല്ലതാ. എന്തുവാ നിങ്ങക്ക് കളിക്കാമല്ലോ. എന്തുവാ ടെന്നീസിന് ബോൾ ഉണ്ടെന്ന് പറഞ്ഞു. ടെന്നീസിന് മോളുണ്ടായെന്നല്ല പറഞ്ഞു. പിന്നെ എന്റെ ഇളയ ചെറുക്കൻ ടെന്നീസിന് മോളുണ്ടായിരുന്നു. ഓ, പ്രസവമായിരുന്നോ? അല്ല, നൂലെ കെട്ടി ഇറക്കുമായിരുന്നു. പിന്നെ അല്ലാതെ പ്രസവിക്കാതെ പിള്ളേരുണ്ടാവും. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. എവിടെയായിരുന്നു? പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു? ആ പ്രൈവറ്റ്, നമ്മുടെ ജംഗ്ഷനിലെ ആശുപത്രി ഇല്ലേ, വലിയ ഫ്രണ്ടിലെല്ലാം കണ്ണാടിയുള്ള കാക്കയൊക്കെ ഒന്ന് മുഖം നോക്കുന്ന ആശുപത്രി, അണ്ടക്കത്തെ ജില്ലയിൽ അവിടെ ആശുപത്രി. 1.5 ലക്ഷം രൂപയായിരുന്നു. പൊടിക്കൊച്ചിന് തൂക്കം ഉണ്ടായിരുന്നോ? ഞങ്ങൾ തൂക്കിയല്ലോ വാങ്ങിച്ചത്. തറയിൽ കിടക്കുന്ന പറന്നു പോകത്തല്ലേ ഉള്ളൂ. പറന്നു പോകുന്ന കാര്യം അയ്യസാറയിലെ ഉദ്യോഗസ്ഥൻ അതാ പറന്നു പോകുന്നതിന്റെ കാര്യത്തിന്റെ സംസാരങ്ങളൊക്കെ ഭയങ്കര കാശായിരുന്നു. പിന്നെ 1.5 ലക്ഷം രൂപ ഇല്ലേ. പിന്നെ കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലേ. ഈ പൊടിക്കൊച്ചോ? അല്ലെന്ന്, ഈ തള്ളക്കൊച്ചു ലിസിമോള് ഭയങ്കര കരച്ചില്. ഈ പ്രസവത്തിന്റെ സമയമായപ്പോ ഡോക്ടറിനോട് വന്ന് ചോദിച്ചു, കീറണോ അതോ പ്രസവം വേണോന്ന്. അവന്മാർക്കറിയത്തില്ല, ഇത്രയും പഠിച്ചിട്ട് കീറണോ പ്രസവിക്കണോ അവന്മാർക്കറിയത്തില്ലായിരുന്നു. അവന്മാരുടെ അടവ്. നമുക്ക് അന്നേരം കീറണം എന്ന് പറഞ്ഞാൽ ഉമ്മാർ അപ്പം കീറും, നമ്മുടെ നിക്കറും കീറും. അതുപോലെ പൈസയും വാങ്ങിക്കും. സാറിന് ജോലിയുള്ള കാരണം രക്ഷപ്പെട്ടു. അവിടെ ശമ്പളം ഞാൻ റീറ്റയറായി. ഞാൻ റിട്ടയർഡ് ആയെന്നായി സാറോ ഇന്ന്. ഒരു 1 മാസമായി. BDF ഒക്കെ കിട്ടിയോടാ? അല്ല, അന്ന് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും. നമുക്ക് റിട്ടയർഡ് ആയി കഴിയുമ്പോഴേ ഈ PF ഫ്രണ്ടോ പൗഡർ ഫ്രണ്ട് അത് കിട്ടിയായിരുന്നോ? അതെങ്ങനെ കിട്ടുമെന്നേ. ഞാൻ ഈ സർവീസ് ചെയ്ത സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയല്ലോ. ഞാൻ ഇവിടെ ഒരു റോക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പൊ ഇത് പറക്കാനായിട്ട് ചെറിയൊരു ടെക്നിക്കൽ സംഭവം കൂടെ അതിന് വേണം, അത് പഠിക്കാനായിട്ട്. പിന്നെ ഞാനല്ലേ എണ്ണി കൊടുക്കുന്നത്. നീ എണ്ണുമ്പോഴാണ് പറക്കുന്നത്? പിന്നെ ഞാൻ എണ്ണുന്നേ. എങ്ങനെ എണ്ണുന്നത്? 10, 9,
ഇത് കേട്ട് പേടിച്ചായിരിക്കും റോക്കറ്റ് പൊങ്ങുന്നത്. എന്നിട്ട് ഈ പൈസ ഒക്കെ എന്ത് ചെയ്തു? പൈസ ഒന്നും കിട്ടത്തില്ലെന്ന്, പ്രോവിഡന്റ് ഫണ്ടും കിട്ടത്തില്ല, എനിക്ക് പെൻഷനും കിട്ടത്തില്ല. അതൊക്കെ സംഭവം എന്തോന്ന് പറ. അതല്ലേ ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു റോക്കറ്റ് ഉണ്ടാക്കി പറക്കാനായിട്ട് വെച്ച സമയത്തെ അപ്പൊ ഇതിന് ചെറിയൊരു ടെക്നിക്കൽ സംഭവം കൂടെ വേണം. അത് പഠിക്കാനായിട്ട് ഞാനും എന്റെ കൂടെ ജോലി ചെയ്യുന്ന നരേന്ദ്ര ഷെട്ടി ശാസ്ത്രജ്ഞൻ, ഈ നരേന്ദ്ര ഷെട്ടി ഞാനും കൂടെ ലണ്ടനിൽ പോയി ഈ സംഭവം എന്തോന്ന് പഠിക്കാനൊക്കെ ഉണ്ട്. അത് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഈ റോക്കറ്റ് പറപ്പിക്കാൻ നേരമാണ് അബദ്ധം പറ്റിയത്. എന്തുവായിരുന്നു? ഈ റോക്കറ്റിന്റെ ഒരു സൈഡിലത്തെ ജനൽ അടയ്ക്കാൻ പറ്റത്തില്ല. അത് സംഭവം എന്തുവാ? എന്റെ കൂടെ വന്ന ഈ നരേന്ദ്ര ഷെട്ടി ഇല്ലേ, ഈ ജനലും പിടിതോണ്ടാ ലണ്ടനിലോട്ട് വന്നത്. ഇവൻ അവിടെ അത് മറിച്ചു വിറ്റു. അയ്യോ, എന്നിട്ട് ഭയങ്കര കേസ്. എന്നെയും നരേന്ദ്ര ഷെട്ടിയും ഭയങ്കര കേസാക്കി. പക്ഷെ അവൻ അടവ് പഠിച്ചവനാ ഈ ഷെട്ടി. അവൻ ഷെട്ടി ഊരി. ഷട്ടി വരുമ്പോ സാധാരണ പുറത്തല്ലേ ആകുന്നത്? അല്ലെന്നും നരേന്ദ്ര ഷെട്ടി കേസി നൂരി, ഞാൻ അകത്തായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടാ നീ? പിന്നെ എന്റെ പൈസ എല്ലാം കൊടുത്തല്ലേ രക്ഷപ്പെട്ടത്. അപ്പൊ പൈസ ഒന്നുമില്ല? പൈസ ഒന്നുമില്ല. അതിന്റെ കൂടെ ഈ പ്രസവവും ചെലവുകളും ഒക്കെ അകപ്പാടെ ഭയങ്കര വിഷയങ്ങളാ. ഇത്ര വെള്ളം തരാമോ? വെള്ളം തരുവാ? അല്ല അതിന്റെ ഇടയ്ക്കേ എവിടെങ്ങാണ്ട് കടയെടുത്ത് വാടകയ്ക്ക് എങ്ങാണ്ട് എന്തോ കാര്യം പറഞ്ഞില്ലായിരുന്നോ? കടമുറി എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ രാമേന്ദ്രനല്ലേ, അവൻ എന്നോട് പറഞ്ഞു ടൗണിൽ ഒരു 3 മുറി കടമുറി കിടപ്പുണ്ട്, വാടകയ്ക്ക് എടുക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നല്ല കാര്യമല്ലേ, നല്ല കാര്യമാണ്. ഞാൻ എടുത്തു. അങ്ങനെ വൻ നഷ്ടം സംഭവിച്ചു. അതെന്താ ഈ കച്ചവടം ഒന്നും നടന്നില്ലയോ? കച്ചവടം നടന്നില്ല. ഞാൻ എന്നും 2 വർഷമായിട്ട് അവിടെ ചെന്ന് ചുമ്മാ തുറന്ന് അതിനകത്തിരിക്കുമായിരുന്നു. അപ്പൊ സാധനങ്ങളൊക്കെ കച്ചവടം പോകുന്നില്ലയോ? ഇല്ല, സാധനം ഇല്ലായിരുന്നു. നീ പിന്നെ എന്തിനാ നീ എടുത്തത്? കടമുറി എടുക്കുന്നേ ഞാൻ ചോദിച്ചുള്ളൂ, കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് പൈസ പോയി. അങ്ങനെ കുറച്ച് പൈസ പോയി. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി നടന്നേച്ചു വാ. പോലെ രണ്ടുപേരോടും നിങ്ങൾ രണ്ടുപേരും കേൾക്കാനായിട്ടൊരു കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നാ. നിങ്ങൾ രണ്ടുപേരും കേൾക്കാനൊരു കാര്യം പറയാൻ വന്നതാ. ഇത്രയും നേരമായിട്ട് പപ്പാന്നോ മമ്മിന്നോ വിളിച്ചിട്ടില്ല. എന്റെ മൂത്ത മോന 70 വയസ്സായി. എനിക്ക് ആൾക്കാരോട് പറയാൻ നാണം കേടാ ഇത്ര ഉള്ളൊരു കിളവന്റെ അച്ഛനാന്ന്. സ്വത്ത് ചോദിക്കാൻ വന്ന ഇല്ലടാ. എടാ, അതത് ഞാൻ പറഞ്ഞത് കാര്യമില്ലേ? നീ അപ്പച്ചാന്നോ അല്ലെ മമ്മീന്നോ ഒന്ന് വിളിച്ചോ.